പിന്നെ ഒഴിവ് കഴിവും കിട്ടൂല എന്നാണ് മനസ്സിലാക്കിയാൽ പിന്നെ നമ്മളാണ്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ആഗ്രഹമുള്ള എന്തൊക്കെ നമ്മൾ നേടിയിരിക്കണ് അല്ലേ? ആഗ്രഹമുള്ളത് എന്തൊക്കെ നേടിയാണ്. അപ്പോൾ അതൊരു പ്രയാസമൊന്നുമില്ല. ഇനി ഇവിടുന്ന് ഇപ്പോൾ ഒരു 50% പഠിച്ചിട്ടുള്ളെങ്കിലും ഒന്നാണ് പോയിരുന്നിട്ട് ഒന്ന് മെനക്കെട്ട് പഠിച്ചാൽ നമുക്ക് കിട്ടും. എന്താ അപ്പോൾ അതുകൊണ്ടൊരു പ്രശ്നമില്ലല്ലോ, നമുക്ക് ഗുണമല്ലാതെ ഹൈറല്ലാതെ വേറെ ഒന്നുമില്ല. ശരി, അപ്പോൾ അതിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. പ്രാർത്ഥന നിങ്ങൾ എഴുതണ്ട, ആ ഖുറാനിൽ ആ നമ്പർ എഴുതിയാൽ മതി, അതിൽ നോക്കി പഠിച്ചാൽ മതി. ഖുറാനിലുള്ള പ്രാർത്ഥനയാണ്. അതിന് രണ്ടാമത് നിങ്ങൾ എഴുതണ്ട, നമ്പർ എഴുതിയാൽ മതി. 27-ൽ 15 എഴുതിയാൽ മതി. 19 27-ൽ 19 എഴുതിയാൽ മതി. അർത്ഥം എഴുതിക്കോളി. അർത്ഥം ഞാൻ പറയാൻ ഒരുമിച്ചൊരു അർത്ഥം എഴുതിയാൽ മതി. എൻ്റെ രക്ഷിതാവേ, മലയാളത്തിൽ എഴുതിക്കോളൂ. എൻ്റെ രക്ഷിതാവേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുവാനും നീ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നീ തൃപ്തിപ്പെടുന്ന, അങ്ങനെ ഇതുകൊള്ളൂ, നീ തൃപ്തിപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനും എനിക്ക് നീ പ്രചോദനം നൽകണമേ. നിന്റെ നല്ല അടിമകളിലായി നിന്റെ സ്വർഗത്തിൽ നീ എന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. ഇനി അഹ്കാഫിലെ ആയത്ത് എത്രാമത്തെ നമ്മൾ പറഞ്ഞിരുന്നത്? പറഞ്ഞില്ല. 46-ൽ 15-ാമത്തെ ആയത്ത് മറിക്കുക. അടുത്തത് 46-ൽ എഴുതിയിട്ട് മറിച്ചാൽ മതി. 46-ൽ 15. 46 പറഞ്ഞാൽ സൂറത്ത് അഹ്കാഫ് ആയിരിക്കും. കണ്ടില്ല? 15-ാമത്തെ ആയത്ത്. ആയത്തിന് നമ്പർ നോക്കുമ്പോൾ അവസാനം നോക്കണ്ട കേട്ടോ, ശേഷമല്ല, തുടക്കത്തിലല്ല നോക്കുക. ആയത്ത് 15 എന്നുള്ള അവസാനം ഉണ്ടാകുക, തുടങ്ങുന്നിടത്തല്ല. 15 പറഞ്ഞാൽ അവസാനം ആയത്ത് കഴിഞ്ഞിട്ടാണ് നമ്പർ ഉണ്ടാകുക. അലിഫ് ലാം മീം എന്ന് പറഞ്ഞിട്ട് 1 എന്നുണ്ടാകുക. 1-ാമത്തെ ആയത്ത് ഏതാണ്? ദാലിക്കൽ കിതാബല്ല, അലിഫ് ലാം മീമാണ്. 15 കണ്ടില്ല?
എല്ലാവരും കണ്ടാ തുടങ്ങാം. എല്ലാവരും കാണണം, കാണാത്ത ഒരാളുണ്ടാകരുത്. ഖുർആനിൽ നമ്മളെ കണ്ണുകൊണ്ട് കാണണം. അല്ല ബാക്കിലെ ബെഞ്ച് കണ്ട അഹ്ഖാഫ് 46 സുമറൊക്കെ കഴിഞ്ഞിട്ട്, സുമറ് യാസീന് സുമറൊക്കെ കഴിഞ്ഞിട്ട്, സുമറും നമ്മൾ പഠിക്കുന്ന സൂറത്ത് 39. ആയത്ത് നമ്പർ 15 ബാങ്ക് എത്രക്ക 6 കണ്ടില്ല? ഇനി നോക്ക, ഞാൻ വായിക്കാം. ഖുർആൻ നോക്ക. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന. കണ്ടില്ലേ? വവസ്സൈന, ആ ആയത്ത് ഞാൻ അങ്ങനെ വായിക്കുമ്പോൾ അതിൻ്റെ ആ കൂടുതൽ നോക്കിയാൽ മതി. വവസ്സൈന, നാം വസിയ്യത്ത് നൽകിയിരിക്കുന്നു. വസിയ്യത്ത് എന്താ? വസിയ്യത്ത്, വാപ്പാന്റെ വസിയ്യത്ത്, ഉമ്മാന്റെ വസിയ്യത്ത് എന്നൊക്കെ പറയില്ലേ? എന്ന് പറഞ്ഞാൽ ഒരിക്കലും വീഴ്ച വരുത്താൻ പാടില്ലാത്ത നിർദ്ദേശങ്ങൾക്കാണ് വസിയ്യത്ത് എന്ന് പറയാം. വസൈനൽ ഇൻസാന, മനുഷ്യന് നാം വസിയ്യത്ത് നൽകിയിരിക്കുന്നു. ആരെ വസിയ്യത്ത്? അള്ളാന്റെ വസിയ്യത്ത് ട്ടാ. വാപ്പാന്റെ അമ്മാന്റെ വസിയ്യത്തിനേക്കാൾ മേലെയാണ്. എന്താണ് വസിയ്യത്ത്? ബി വാലിദൈഹി ഇഹ്സാന, വാപ്പാനോടും ഉമ്മാനോടും നല്ല നിലക്ക് പെരുമാറണം. മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യണം എന്നത് അള്ളാന്റെ വസിയ്യത്താണ്. ഹമലത്ഹു ഉമ്മുഹു, അവന്റെ ഉമ്മ അവനെ ഗർഭം ചുമന്നു. ഹമല പറഞ്ഞാൽ ഗർഭം ചുമന്നു. കുർഹൻ, പ്രയാസത്തോടെ, ക്ലേശത്തോടെ, വേദനയോടെ. വലഅതുഹു, വലഅ പ്രസവിച്ചു. ഹമല എന്ന് പറഞ്ഞാൽ ഗർഭം ചുമന്നു, വലഅ എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു. കുർഹൻ, പ്രയാസത്തോടെ. അപ്പം പ്രസവ വേദനയും ഗർഭം ചുമക്കലും ഒരേപോലെ എന്ന് കിട്ടി. 10 മാസം 9 മാസവും 10 ദിവസവും ഉമ്മ ഗർഭം ചുമന്നത് മരണവേദനയാണ് പ്രസവ വേദന. പ്രസവ വേദന എന്ന് പറഞ്ഞാൽ ചില്ലറൊന്നുമല്ല, മനസ്സിലായില്ലേ? ഒരുപാട് സബൂറാക്കുകയാണെങ്കിൽ ഒരു പെണ്ണിന് ഒരുപാട് പാപങ്ങൾ പൊറുക്കാൻ കിട്ടുന്ന ഒരു സുവർണാവസരമാണ് പ്രസവം എന്ന് പറഞ്ഞാൽ കേട്ടോ. അത് ഗർഭിണികളായ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ കൊടുക്കേണ്ട ഉപദേശത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. നമ്മളെ മക്കൾ ഗർഭിണികളായി നിൽക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ മക്കൾക്ക് കൊടുക്കേണ്ട ഉപദേശമാണ്. സബൂർ ചെയ്യണം, ക്ഷമിക്കണം. ഒരിക്കലും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത വേദനയാണ് മരണവേദന. ഈ പ്രസവ വേദന മരണവേദനയ്ക്ക് തുല്യമാണത്. അപ്പം ആ വേദന, കാലിൽ ഒരു മുള്ള് തറച്ച വേദന, ഒരു മുള്ള് തറച്ച വേദന ക്ഷമിച്ചാൽ ഒരു പാപം പുറത്തു എന്നാണ്, മനസ്സിലായില്ലേ? അപ്പം പ്രസവ വേദന സഹിക്കുന്ന, നന്നായി ക്ഷമിക്കുന്ന ഒരു പെണ്ണിന് ഒരുപാട് ദറജ ഉയർന്നു കിട്ടും. അപ്പം ഗർഭം ചുമന്ന പെണ്ണ്, പ്രസവിച്ച പെണ്ണ്, രണ്ടും കുർഹാണ്, പ്രയാസത്തോടെ. പിന്നെ ബാക്കി ഖുർആൻ നോക്കണം, ശ്രദ്ധിക്കണം. ഞാൻ വായിക്കുന്ന സ്ഥലം ശ്രദ്ധിക്കണേ. വഹംലുഹു വഫിസാലുഹു. ഹംലെന്താണ്? മേലെ പറഞ്ഞു ഹംല്, ഗർഭം ചുമക്കൽ. ഫിസാൽ എന്ന് പറഞ്ഞാൽ മുലകുടി കാലം. ഫിസാൽ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫസല എന്ന് പറഞ്ഞാൽ പിന്നെ വേർപിരിച്ചു. അതായത് ഒരു ഉമ്മ ഒരു കുട്ടിയെ
തൻ്റെ മാറിൽ നിന്ന് വേർപിരിക്കേണ്ടത്. അപ്പം നമ്മളെ ഈ ചെറിയ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ തള്ള കൊത്തിയാട്ടെന്നൊക്കെ പറയല്ലോ. അത് ഉമ്മ ഒരു കുഞ്ഞിനെ തൻ്റെ മാറിടത്തിൽ നിന്ന് വേർപിരിക്കേണ്ടത് എന്ന് പറഞ്ഞാൽ മുലകുടി നിർത്തേണ്ടത്. അപ്പോൾ ഗർഭവും മുലകുടിയും കൂടി എത്രയാണ്? സലാസൂന ഷഹ്റ. എത്ര മാസം? 30 മാസം കേട്ടോ, 30 മാസം. അപ്പം ഇനി വേറെ ഒരു ആയത്തിൽ പിന്നെ 2 കൊല്ലം ഫിസാലുഹു ഫി ആമൈൻ എന്ന് പറയുന്നുണ്ട്. 2 കൊല്ലം കുട്ടിക്കൊരുമ്മ മുല കൊടുക്കണം, നിർബന്ധം. ഒരു കുട്ടിക്ക് കിട്ടേണ്ട അവകാശമാണ്, മറ്റ് രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ കേട്ടോ. ഒരു ആരോഗ്യവതിയായ ഒരു പെണ്ണ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു കുട്ടിക്ക് വെറുതെ സൗന്ദര്യം നിലനിർത്താൻ വേണ്ടിയിട്ട് പിന്നെ മാറിടം ഇടിഞ്ഞു തൂങ്ങുന്നൊക്കെ പറഞ്ഞിട്ട് ചില പെണ്ണുങ്ങളൊക്കെ കുട്ടികൾക്ക് മുലപ്പാൽ കൊടുക്കൂല. ഇന്നത്തെ പുതിയ സമൂഹത്തിൽ അങ്ങനെയാണ്. കുട്ടികൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ ഈ കളറും മറ്റേ പൊടിയൊക്കെ കലക്കി കൊടുക്കുക. അപ്പോൾ ഒരു ഉമ്മാൻ്റെ അവകാശമാണ് 2 കൊല്ലം കുട്ടിക്ക് എന്ത് ചെയ്യണം? മുല കൊടുക്കണം. അത് ഖുർആൻ പറഞ്ഞതാണ്. അപ്പം ഗർഭകാലവും മുലകുടിയും ഇവിടെ 30 മാസം എന്ന് പറയുമ്പം മുലകുടി 2 കൊല്ലം എന്ന് വേറെ പറഞ്ഞാണ്. അപ്പം പിന്നെ ഗർഭകാലത്തിലാണ് 6 മാസം. അപ്പം ഇസ്ലാമിക ശരിയാ കോടതിയിൽ ഒരു കേസ് വന്നു. എന്താ കേസ്? കല്യാണം കഴിഞ്ഞു, 6ാമത്തെ മാസം പൂർണ്ണ ആരോഗ്യമുള്ള ഒരു കുട്ടിനെ പെണ്ണ് പ്രസവിച്ചു. കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായിട്ടുള്ളൂ. 6 മാസം കഴിഞ്ഞു. ഈ പെണ്ണ് ഒരു പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിച്ചു. അതുകൊണ്ട് 6 മാസം ആയിട്ടുള്ളൂ, ഈ കുട്ടി ഇൻ്റെതല്ല എന്ന് പറഞ്ഞ് ഇസ്ലാമിക ശരിയാ കോടതിയിൽ ഒരു കേസ് കൊടുത്താൽ ആ കേസ് തള്ളും. കാരണം 6 മാസമാണ് പൂർണ്ണ വളർച്ച എത്താനുള്ള ഏറ്റവും കുറഞ്ഞ കാലം. അപ്പോൾ 5 മാസമായിട്ടുള്ളൂ, 6 തികഞ്ഞിട്ടില്ല, എന്നാൽ കോടതി അനുവദിക്കും. അത് തൊലാക്കിനുള്ള കാരണമാണ്. തൊലാക്ക് അനുവദിക്കാനുള്ള, വിവാഹമോചനം അനുവദിക്കാനുള്ള കാരണമാണ്. മനസ്സിലായി പറഞ്ഞേ? 6 മാസമാണ്. അത് 2 കൊല്ലം എന്ന് പറയുമ്പോൾ എത്ര മാസം? 24. പിന്നെ അപ്പോൾ 2 കൊല്ലം മുല കൊടുക്കണമെന്ന് വേറെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 2ഉം കൂടി ഹംലും ഫിസാലും, ഗർഭം ചുമക്കലും മുല കൊടുക്കലും കൂടി എത്ര മാസം? 30 മാസം. അപ്പോൾ ഏറ്റവും കുറഞ്ഞ കാലാവധി 6 മാസം. ഇസ്ലാമിക ശരിയാ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്ന ഞാൻ പറഞ്ഞത്. കേസ് തർക്കം വന്നു, തർക്കമില്ലാത്ത പ്രശ്നമില്ല. ഇപ്പോൾ പെണ്ണിനെ തലാക്കല്ലി, ഓക്ക് പ്രശ്നമൊന്നുമില്ല, ഓളും പോയി തലാക്കല്ലി, ഓനും പോയി, വേറെ പെണ്ണെട്ടി, കുഴപ്പമൊന്നുമില്ല. ഒരു കേസ് കോടതിയിൽ വന്നാൽ, ഇസ്ലാമിക ശരിയാ കോടതിയിൽ ഒരു കേസ് വന്നാൽ അവിടെയുള്ള ജഡ്ജി വിധിക്കാൻ ആ ജഡ്ജിൻ്റെ മുന്നിൽ അനുവദിക്കണമെങ്കിൽ എങ്ങനെ? അത് ഭാര്യൻ്റെ അനുവാദമില്ലാതെ തലാക്ക് ഈ വിഷയത്തിൽ വരണില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല. തൊലാക്ക് ചൊല്ലാൻ ഭാര്യൻ്റെ അനുവാദമോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. തൊലാക്ക് ചൊല്ലണമെങ്കിൽ ചില നിബന്ധനകളുണ്ട്. വെറുതെ ഒരു പെണ്ണിനെ ഒഴിവാക്കാൻ പറ്റൂല, രണ്ടോട് കൊയ്ക്കോന്ന് പറയാൻ പറ്റൂല. ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലണമെങ്കിൽ, തൊലാക്ക് അംഗീകരിക്കണമെങ്കിൽ കാരണങ്ങളുണ്ട്. സൂറത്ത് തൊലാക്കിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലണമെങ്കിൽ സമയമുണ്ട്. ആർത്തവകാരിയായ ഒരു പെണ്ണിനെ തൊലാക്ക് ചൊല്ലാൻ പറ്റൂല. ഗർഭിണിയായ ഒരു പെണ്ണ് പ്രസവിക്കുന്നത് വരെ തൊലാക്ക് ചൊല്ലാൻ പറ്റൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? തൊലാക്ക് ചെല്ലണമെങ്കിൽ ചില നിബന്ധനകൾ, സമയങ്ങൾ വരെ ഉണ്ട്. അപ്പോൾ ഇസ്ലാമിക കോടതിയിൽ ഇപ്പോൾ ഒരു ഇസ്ലാമിക ശരീഅത്ത് നിയമപ്രകാരം ഒരു കോടതിയിൽ കേസ് വരികയാണ്. അതായത് എന്താ കേസ്? എൻ്റെ ഭർത്താവ് എന്നെ അകാരണമായി മൊഴി ചൊല്ലി, അകാരണമായി എന്നെ തൊലാക്ക് ചൊല്ലി. അതൊരു കേസാണ്, കോടതിയിൽ വരികയാണ്. അപ്പോൾ കോടതി പരിഗണിക്കുമ്പോൾ വാദങ്ങളൊക്കെ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാദങ്ങൾ ഉണ്ടാവും. പക്ഷേ ജഡ്ജിൻ്റെ മുന്നിൽ ഇസ്ലാമിക കോടതി ഇതാണ് നിയമം, ഏതാണ്? ഖുർആനാണ്, സുന്നത്താണ്. അത് നോക്കിയിട്ടാണ് ഇസ്ലാമിക രാജ്യത്ത്, മുസ്ലിം ഭരണപ്രദേശത്ത് കോടതിയിലെ ജഡ്ജിൻ്റെ മുന്നിലുള്ള, ന്യായാധിപൻ്റെ മുന്നിലുള്ള നിയമപുസ്തകം ഏതാണ്? പരിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ആ ഖുർആൻ വെച്ചിട്ടാണ് ആര് വിധി പറയുക? ജഡ്ജി വിധി പറയുക. അങ്ങനെ വരുമ്പോൾ പരിഗണിക്കേണ്ട, ആ കേസിൽ പരിഗണിക്കേണ്ട, അപ്പം ഇവർ കേസ് കൊടുത്ത് ഈ പുരുഷൻ ചെറുപ്പക്കാരൻ പറയാണ് ഞാൻ തൊലാക്ക് ചെല്ലാൻ കാരണമുണ്ട്. ഈ പെണ്ണ് പറഞ്ഞു എന്നെ അകാരണമായി തൊലാക്ക് ചൊല്ലി. ഇവൻ പറഞ്ഞ കാരണമുണ്ട്. അപ്പോൾ കോടതി എന്താ കാരണം? അപ്പോൾ പറഞ്ഞു ഒരു ഫാഹിഷത്ത്, ഇവള് വ്യഭിചരിച്ചു. അപ്പം കോടതിന് അടുത്ത ചോദ്യം, ആരാണ് വ്യഭിചാരത്തിന് 4 സാക്ഷികൾ വേണം.
ഒരു പെണ്ണിൻ്റെ മേലെ വ്യഭിചാരം ആരോപിക്കണമെങ്കിൽ 4 സാക്ഷികൾ വേണം. 4 സാക്ഷികൾ. വ്യഭിചരിച്ചാൽ കല്യാണം കഴിഞ്ഞ പെണ്ണാണെങ്കിൽ 100, കല്യാണം കഴിഞ്ഞവനാണെങ്കിൽ 100, അല്ല എറിഞ്ഞു കൊല്ല. അവിവാഹിതനാണെങ്കിൽ 100 അടിയാണ് ഇസ്ലാമിക നിയമപ്രകാരം. വ്യഭിചാരത്തിൻ്റെ ഇസ്ലാമിക കോടതി ശിക്ഷ അതാണ്. മനസ്സിലായി പറഞ്ഞേ. അതേ സമയത്ത് ആരോപിച്ചു 4 സാക്ഷിനെ കിട്ടിയില്ലെങ്കിൽ ഈ ആരോപിച്ചവനെ പിടിച്ചിട്ട് 100 അടിയാണ്, 80 അടിയാണ്. വല്ലദീന യർമൂനൽ മുഹ്സനാതി സുമ്മ ലം യഅ്തു ബിഅർബഅതി ശുഹദാ ഫജ്ലിദൂഹും 80 ജൽദ. ഫജ്ലിദൂഹും 80 ജൽദ, 80 അടിയാണ് അടിക്കുക. വ്യഭിചാരം ആരോപിച്ചവന്. വ്യഭിചരിച്ചവന് 100 അടിയാണ്. വ്യഭിചാരം ആരോപിച്ചാലോ 80 അടിയാണ്. അപ്പം ഈ കേസ് കൊടുത്തു. ഓൻ പറഞ്ഞു ഓള് വ്യഭിചരിച്ചു. അപ്പം കോടതിൻ്റെ ചോദ്യം, ആരാ തെളിവ്? 4 സാക്ഷി ഉണ്ടോ? 4 സാക്ഷി ഓൻ കുറ്റക്കാരനെ, പെണ്ണിനെ വെറുതെ വിടും. ഇനി ഇവൻ പറയാണ് ഇവള് അവിവാഹിത, അവൾ ഗർഭിണി, വിവാഹം കഴിഞ്ഞിട്ട് 5 മാസം ആയിട്ടുള്ളൂ. അവളൊരു കുഞ്ഞിനെ പ്രസവിച്ചു, പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിച്ചു. 5 മാസം, 5.5 മാസം, 6 മാസം തികഞ്ഞിട്ടില്ല. അപ്പോൾ ഇസ്ലാമിക കോടതി പറയും അത് തൊലാക്കിനുള്ള കാരണമാണ്, ആ തൊലാക്ക് അംഗീകരിക്കുമെന്ന് പറയും. ഇനി 6 മാസമായി, 6 മാസം കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇസ്ലാമിക കോടതി പറയും പൂർണ്ണ ഗർഭത്തിൻ്റെ ചുരുങ്ങിയ കാലത്തിലാണ് 6 മാസമാണ്. അതിന് നിയമം എന്താണ്? അടിസ്ഥാനം എന്താണ്? ഖുർആനാണ്. അംഗീകരിക്കും. നമ്മുടെ കേസ് വന്നാളെ കാര്യം പറഞ്ഞു അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 6 മാസം എന്ന് പറയുമ്പോൾ എത്ര ദിവസം ഉണ്ടാവും ഏകദേശം? അതും മതിയെന്നാണ്. അത് ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലാവസ്ഥയെ പറഞ്ഞു. ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം. ഇപ്പം നമ്മൾ പറഞ്ഞ 200 ഇപ്പം അത് പലതും പല രൂപത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡേറ്റ് മാറ്റങ്ങൾ വരാറുണ്ട്. ഇപ്പം ഖുർആൻ അള്ള പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിലെന്തില്ല, ഒരു സംശയ കാര്യത്തിലില്ല. കാരണം ഇതിനൊക്കെ വ്യവസ്ഥാപിച്ചത് ആരാണ്? അള്ളയാണ്. അപ്പം ആധുനിക ശാസ്ത്രത്തിൽ തെറ്റിയെന്നല്ലാതെ ഖുർആന് തെറ്റിയെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ശരി, ഇനി ബാക്കി നോക്കുക. വിഷയപത വരണേ 30 മാസം. അങ്ങനെ ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. ശ്രദ്ധിക്കാം, ഹത്താ ഇദാ ബലഗ അശുദ്ധഹു. അപ്പം ഈ 30 മാസം ഉമ്മ അവന് മുല കൊടുത്തു, ഈ ഗർഭം ചുമന്നു. 30 മാസം ഗർഭം ചുമക്കലും മുല കൊടുക്കലും എല്ലാം കൂടി കഴിഞ്ഞു. ചിലത് അതിലധികം ഉണ്ടാവും, 34 ഉണ്ടാവും, കണ്ടാവും. ശരി, അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ അവനെ പ്രസവിച്ചു. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. ബലഗ അശുദ്ധഹു, അവൻ സ്വയം പ്രാപ്തി നേടി, പ്രായപൂർത്തിയായി എന്നർത്ഥം. പിന്നെ ബാക്കി ബലഗ 40 സന. എത്ര വയസ്സായി? എത്രയായി? 40 വയസ്സാവുകയും ചെയ്താൽ ബാക്കി കാല കണ്ട പറഞ്ഞു എന്നാണ്. കാല പറയും എന്നല്ല, പറഞ്ഞു എന്നാണ്. അത്രയും ഉറപ്പാണ്. മനസ്സിലായി പറഞ്ഞേ? അവൻ പറയും എന്നല്ല, 40 വയസ്സായി അവൻ പറഞ്ഞു. എന്താ അങ്ങനെ പറഞ്ഞത്? ഖുർആനിൽ ഈ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നടന്നതായിട്ടാണ് പറഞ്ഞത്. നടന്നു എന്ന് പറഞ്ഞ കാര്യം എന്താ? അതത്രയും ഉറപ്പാണെന്നർത്ഥം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ, കാലവൻ പറഞ്ഞു. അപ്പം 40 എന്താ 40 വയസ്സിൻ്റെ പ്രത്യേകത? മറന്നില്ല കള്. 40 വയസ്സായി നുബുവത്ത് കിട്ടി, പക്വത വന്നു, അതൊന്നുമല്ല. 40 വയസ്സായി എന്ന് പറഞ്ഞാൽ വാർദ്ധക്യാണ്, വയസ്സനായി. ശൈശവം, കൗമാരം, യൗവനം, വാർദ്ധക്യം. മധ്യവയസ്കൻ എന്നുള്ള ഒന്ന് നമ്മളുണ്ടാക്കിയ തസ്തികയാണ്. അങ്ങനെ സംഗതി ഇല്ല, നമ്മൾ സമാധാനത്തിന് ഉണ്ടാക്കിയതാണ്. ശൈശവം, കൗമാരം, യൗവനം. യൂത്ത് വിങ് ഏത് എത്ര വരെയാണ്? 40 40 വയസ്സ് ഞങ്ങൾക്ക് ISM കിട്ടൂല, മനസ്സിലായില്ലേ? 40 വയസ്സ് കഴിഞ്ഞാൽ ഔട്ടാണ്, പുറത്താണ്. 40 വയസ്സായാൽ പിന്നെ വയസ്സായി. അപ്പം ഇനി ജീവിച്ചത്ര ഇല്ല. അതുകൊണ്ട് എല്ലാ കുരുത്തകളും നിർത്താൻ സമയമായി, മനസ്സിലായില്ലേ? എല്ലാം അവസാനിപ്പിക്കുക. ഇനി മടങ്ങാൻ സമയമായി എന്നാണ് പറഞ്ഞത്. തിരിച്ചു പോകാൻ സമയമായി. അതുകൊണ്ട് 40 വയസ്സെന്ന് പറഞ്ഞാൽ ഇനി ജീവിച്ചത്ര ഇനി ജീവിക്കാൻ ഇല്ല. അതുകൊണ്ട് അവൻ 40 വയസ്സായാൽ അവൻ പറയണം. എന്താ പറയേണ്ടത്? പ്രാർത്ഥന പകുതി തന്നെ ഉണ്ടാവും. പകുതി നിങ്ങൾ പഠിച്ചു തന്നെയാണ്, അവസാനം മാറാനുള്ളൂ. പറയട്ടെ. റബ്ബി ഔസിഗ്നി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ
വനഅമല സാലിഹൻ തർലാ. അവിടെ നിൽക്കട്ടെ. ഇനി വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി. എന്താണ്? 40 വയസ്സായ ഒരാൾക്ക് അയാൾക്ക് മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. കണ്ടാ, മാതാപിതാക്കൾക്ക് നൽകാൻ. ഇനി അയാൾ പറയാണ്, ബാപ്പാക്കും ഉമ്മാക്കും വേണ്ടി പറഞ്ഞു, ഇനി വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി, എൻ്റെ മക്കളെ നന്നാക്കിക്കൊണ്ട് പഠിച്ചവനെ. വഅസ്ലിഹ് പറട്ടെ, വഅസ്ലിഹ്. ഒന്നും കൂടി ഒന്നും കൂടി കാണാതെ കാണാതെ ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. തലക്കന്ന് വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ. ഒന്നും കൂടി. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ. ഒന്നും കൂടി. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. ഒന്നും കൂടി. ഒന്നും കൂടി. ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ. കാണാതെ തലക്കന്ന്. വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി കാണാതല്ലേ ചൊല്ലിയത്? കാണാതല്ലേ? ഒന്നും കൂടി. ഇന്നേ തുബ്തു ഇലൈക, ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യാണ്. 40 വയസ്സായി ഞാൻ തൗബ ചെയ്യാം. വ ഇന്നി മിനൽ മുസ്ലിമീൻ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം. ഇതാണ് 40 വയസ്സായാൽ പറയണ്ടേ. ഇന്നേ തുബ്തു ഇലൈക, ഞാൻ തൗബ ചെയ്ത് മടങ്ങണം എന്ന് പറഞ്ഞാൽ ഇനി എൻ്റെ മരണം മുസ്ലിമായിട്ട് എനിക്ക് മരിക്കാൻ കഴിയണം. ഇനി ബാക്കിയൊക്കെ ജീവിതത്തിൻ്റെ പകുതിയിലധികം കഴിഞ്ഞു. ഖേദിച്ചു മടങ്ങണം. തൗബ ചെയ്ത തൗബ പറഞ്ഞാൽ അതിൻ്റെ മലയാളമാണ്. തൗബ എന്ന് പറഞ്ഞ സംഗതി എന്താ? എന്താണ് സംഭവം? എന്താ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? തൗബ എങ്ങനെ ചെയ്യേണ്ടത്? ഇതേ തൗബ ചെയ്തിട്ടില്ല. തൗബൻ്റെ കലിമത്തുണ്ട്. റബ്ബന ളലംന അൻഫുസന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആ തൗബട്ടാ ആദം നബിക്ക് ആദ്യത്തെ മനുഷ്യൻ തന്നെ അള്ളാഹ് ആദ്യം പഠിപ്പിച്ചു കൊടുത്ത തൗബയാണ്. ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. ആദം നബിക്ക് അള്ളാഹ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുന്നത് തൗബയാണ്. ഫതലക്ക ശ്രദ്ധിക്കട്ട. ഫതലക്ക, ഞാൻ ഓതുന്ന ആയത്ത് ശ്രദ്ധിക്കാം. ഫതലക്ക ആദമു മിർ റബ്ബിഹി കലിമാത്തിൻ. ആദം നബിക്ക് അള്ളാഹ് ചില കലിമത്ത് പഠിപ്പിച്ചു കൊടുത്തു, ചില പദങ്ങൾ. ഫതാബ അലൈഹി, അതുകൊണ്ട് അദ്ദേഹം തൗബ ചെയ്തു. ഫതാബ അലൈഹി, ആ വാക്കുപയോഗിച്ച് തൗബ ചെയ്തു. അപ്പോൾ തൗബൻ്റെ വാക്ക് റബ്ബന ളലംന അൻഫുസന.
അപ്പോൾ അത് പറയുമ്പോൾ നമ്മൾ ചെയ്ത തെറ്റൊക്കെ കൊണ്ട് പറയണം. എന്നോട് അക്രമം ചെയ്തു പോയി, റബ്ബി ഇന്നി ളലംതു നഫ്സി ദുൽമൻ കസീറ. അതാണ് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ, പടച്ചോനെ നീ പുറത്തു തന്നിട്ടില്ലെങ്കിൽ, നീ കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഞാൻ നഷ്ടപ്പെട്ടവരിൽ പെട്ടുപോകും പടച്ചോനെ, നഷ്ടക്കാരനായി പോകും പടച്ചോനെ. ആ വാക്ക് പറഞ്ഞ് തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിക്കോളി, ഏറ്റവും സ്വകാര്യമായ ഇബാദത്താണ് തൗബട്ട. ഏറ്റവും സ്വകാര്യമായ ഇബാദത്താണ് തൗബ. ഒരാളറിയില്ല, റൂമിൻ്റെ അകത്ത് വാതിൽ കുറ്റിയിട്ട് ഇരുന്നിട്ട് ഒറ്റയ്ക്കിരുന്നിട്ട് ദക്കറല്ലാഹ ഹാലിയൻ വഫാലത്ത് ഐനാഹു, കണ്ണീരൊലിപ്പിച്ച് ദക്കറല്ലാഹ ഹാലി ഒറ്റയ്ക്കിരുന്നിട്ട് അടച്ചോനെ ഓർത്തിട്ട് കണ്ണീരൊലിപ്പിച്ചിട്ട് ഓരോന്നും എടുത്തു പറഞ്ഞ് ഏറ്റു പറയാം. ഒരു വ്യക്തി വേറൊരു മനുഷ്യനറിയില്ല, ഏറ്റവും സ്വകാര്യം. കാരണം എന്താ അറിയോ, അള്ള പറഞ്ഞതാണ്, നിങ്ങൾ പറഞ്ഞോളി, നിങ്ങൾ എത്ര തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിരാശപ്പെട്ട് നടക്കരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ല, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ എന്നോട് പറഞ്ഞു, അള്ളാഹ്ക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകുന്ന സമയമാണ് ഒരു മനുഷ്യൻ്റെ തെറ്റേറ്റ് പറയാം. ഒരു അടിമ തൗബ ചെയ്യുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമയം. പടച്ചോനക്ക് ഇഷ്ടമാണ്. നമ്മൾ ഈ തെറ്റൊക്കെ തോന്നിയാസൊക്കെ ചെയ്തിട്ട് ഇനി പടച്ചോനെ പറഞ്ഞാൽ പടച്ചോനെ അത് അല്ല, പടച്ചോനും നമ്മളും മാത്രം അറിഞ്ഞാൽ മതി. നമ്മളത്രക്കും ഇഷ്ടമാണ് പടച്ചോൻ. പടച്ചോൻ നമ്മളെ ഇഷ്ടപ്പെടുന്ന പോലെ വേറെ ആരും നമ്മൾ ഇഷ്ടപ്പെടില്ല. റഹ്മാനാണ് റബ്ബ്, പരമകാരുണികനാണ് റബ്ബ്. ഗാഫിർ എന്നല്ല ഗഫാർ എന്നാ പറഞ്ഞത്, അങ്ങേ അറ്റം പൊറുക്കും. തൗവാബാണ്, അങ്ങേ അറ്റം തൗബ സ്വീകരിക്കും. റബ്ബിനെ പറ്റി റബ്ബ് പറഞ്ഞതാണ്. ഏറ്റു പറഞ്ഞാൽ, നമ്മളെ കണ്ണൊന്ന് നിറഞ്ഞാൽ, മനസ്സൊന്ന് പെടഞ്ഞാൽ പടച്ചോൻ കബൂൽ ചെയ്യും, സ്വീകരിക്കാതിരിക്കില്ല, സംശയം വേണ്ട. പടച്ചോനക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യം അടിമ തൻ്റെ തെറ്റ്, എനിക്ക് തെറ്റ് പറ്റി പടച്ചോനെ എന്ന് പറയുന്നതാണ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം. തെറ്റുപറ്റി പടച്ചോനെ, ചെയ്തു പോയി, ഞാൻ പാടില്ലാത്തത് പറഞ്ഞു പോയി പടച്ചോനെ, വന്നു പോയി എൻ്റെ അടുക്കൽ. വേറൊരാളോടും വേറൊരാൾ പറഞ്ഞു റബ്ബിനോട് പറയാൻ നമുക്കൊരു മടിയും വേണ്ട. കാരണം നമ്മളായിട്ട് ഏറ്റവും അടുത്ത ആളാരാ? ഞാനാണ് കരീബ്, അക്റബു മിൻ ഹബിലിൽ വരീദ്, ജീവനാടിയേക്കാൾ കരീബല്ല, അക്റബാണ്, ഏറ്റവും അടുത്തവനാണ്. നമ്മളേറ്റവും അടുത്ത്, നമ്മളേറ്റവും ഇഷ്ടപ്പെടുന്ന പടച്ചോനാ. പടച്ചോ ഇഷ്ടപ്പെടുന്ന പോലെ നമ്മളെ വേറെ ആരും ഇഷ്ടപ്പെടൂല. നമ്മൾ എത്ര തെറ്റി പടച്ചോൻ വിളിച്ചു നോക്കി. നിങ്ങൾ തെറ്റിൻ്റെ കൂമ്പാരം ചെയ്ത മനുഷ്യനെ അള്ള വിളിച്ച വിളി യാ ഇബാദി, എൻ്റെ പൊന്നാരടിമയെന്നാ വിളിച്ചത്. പടച്ചോൻ്റെ വിളിയിൽ ഒരു നിലക്കുള്ള ദേഷ്യവും പടച്ചോൻ്റെ വിളിയിൽ നമ്മൾ കാണുന്നില്ല. റബ്ബിൻ്റെ കാരുണ്യത്തിൻ്റെ വാക്കാ റബ്ബ് വിളിച്ചത്. ഇങ്ങനൊക്കെ തോന്നിയാസം ചെയ്തിട്ട് റബ്ബ് നമ്മളെ ഇഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ ആ റബ്ബിനോട് ഏറ്റു പറയാൻ നമുക്ക് എന്തിനാ മടി? പടച്ചോനെ ചെയ്തു പോയി, തെറ്റ് വന്നു പോയി പടച്ചോനെ എന്ന് നമ്മൾ പറഞ്ഞാൽ പടച്ചോൻ അപ്പം അത് കബൂൽ ചെയ്യും. പടച്ചോനെ ഏറ്റവും ഇഷ്ടമുള്ള സംഗതിയാണ് ഇന്നി തുബുത്തുയിലേക്ക്, ഞാൻ തൗബ ചെയ്യണം പടച്ചോനെ. 40 വയസ്സുകാരൻ. ഇനി അത് മാത്രമല്ല, ഇനി നമുക്ക് കുറച്ച് സമയം കിട്ടണ്ടേ? 40 വയസ്സിന് തുടങ്ങണം. എന്തിനാ അറിയോ? കുറച്ച് സമയം. കാരണം റസൂൽ പറഞ്ഞു, നിങ്ങൾ നല്ല കാര്യം വർദ്ധിപ്പിക്കുക. ഹസന, തിന്മ വന്നു, നന്മ ചെയ്യങ്ങൾ തംഹുക, ആ നന്മ തിന്മയെ മായ്ച്ചു കളയും. പെരുമാറ്റം നന്നാക്കുക. ഇനി ഇത് ഭാര്യനോടൊക്കെ ഇതുവരെയുള്ള പെരുമാറ്റമൊക്കെ ഒന്ന് നന്നാക്കുക. അങ്ങനെ ആ ചൂടായി ദേഷ്യം പിടിച്ച് അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഭാര്യനെ 40 വയസ്സായാലും ഇനിയും അവിടെ ചെന്നിട്ട് ചീത്ത പറയും, അടിയും എടുക്കാം. 40 വയസ്സായി, ഇനി ഒന്ന് നമ്മളെ പെരുമാറ്റം, നമ്മളെ സ്വഭാവം, മക്കളോടും ഭാര്യനോടും ഒക്കെയുള്ള സ്വഭാവം പെരുമാറ്റം 40 വയസ്സായി. സൽസ്വഭാവത്തോടെ ജനങ്ങളോട് സൽസ്വഭാവത്തോടെ പെരുമാറുക. ഇങ്ങനെ കടിച്ച് കയറുക, അതൊന്നൊക്കെ കണ്ട് ഒഴിവാക്കിയിട്ട് ഒരാളെ ഭാരം നമ്മളെ മേലേക്ക് ഇഞ്ഞി വരരുത്. ഒരാളും നമ്മളെ ശപിച്ച് പറയരുത്. ഒരാളുടെയും ഭാരം നമ്മളെ ചുമലിലേക്ക് ഇനി വരാൻ പാടില്ല. നന്മ ചെയ്യുക. അപ്പം നന്മ വരുമ്പോൾ ചെയ്യുമ്പോൾ തിന്മ എന്ത് ചെയ്യും? പടച്ചോനാണ് മായ്ക്കും. അതിന് സമയം വേണ്ടേ? സമയം കുറച്ച് വേണമല്ലോ. ഒരു നന്മ 10 ഇരട്ടിയായിട്ട് സ്വീകരിക്കുക. 10 ഇരട്ടി മുതൽ 70 ഇരട്ടി വരെ, 700 ഇരട്ടി വരെ ഇതൊക്കെ ഹദീസിൽ കാണാം. അത്രയായിട്ട് സ്വീകരിക്കുക. അപ്പം നന്മകളാണ് ധാരാളം ചെയ്യുക. തിന്മക്കൊരു തിന്മൻ്റെ ആ ഒരു തിന്മനെ ഉണ്ടാവുള്ളൂ. മറ്റേത് 700 ഇരട്ടി വരെ പടച്ചോൻ സ്വീകരിക്കും. ഇരട്ടിയാ 700 ഇരട്ടി ഒരു നന്മക്ക്. ഒരു സുബ്ഹാനല്ലാഹ് പറഞ്ഞ 700 സുബ്ഹാനല്ലാഹ് പറഞ്ഞ പോലെ പഠിച്ചുകൊണ്ട് തരും. അപ്പോൾ ആ നന്മ കൊണ്ട് തിന്മകൾ എന്ത് ചെയ്യും? മായ്ക്കും. അപ്പോൾ ഇന്നി മിനൽ മുസ്ലിമീൻ, എനിക്ക് മുസ്ലിമായിട്ട് മരിക്കണം. അതാണ്, ആ പ്രാർത്ഥനയാണ് 40 വയസ്സുകാരൻ്റെ
പ്രാർത്ഥന. ഇങ്ങനെ ഒന്ന് ഒതുങ്ങി നമ്മളോട് ജീവിക്കാൻ തയ്യാറായാൽ നമുക്കൊന്ന് വളരെ സന്തോഷം ഉണ്ടാവും. എന്തോ ഒരു ഭാരം ഇറങ്ങിയ പോലെ ഉണ്ടാവും, ഒരു സൂക്ഷ്മത, ഒരു പേടി. അങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് തിന്മകളിൽ കാണാൻ പാടില്ലാത്തത് കണ്ടും കേൾക്കാൻ പാടില്ലാത്തത് കേട്ടും ഒരുപാട് തിന്മകളിലൂടെയൊക്കെ നമ്മളങ്ങനെ ജീവിച്ചു പോയി. നമ്മുടെ ജീവിതം അങ്ങനെ ആയി മാറി. ഇനി ഒന്ന് നന്നാവണം, മാറണം. എവിടെ ഏത് സന്ദർഭത്തിൽ എങ്ങനെ അറിയില്ലല്ലോ. ഇതിപ്പോൾ ഈ ചേളാരി എന്ന് പറഞ്ഞ സ്ഥലങ്ങൾക്ക് അറിയാം. അവിടുന്ന് കണ്ടിട്ടുണ്ടാവും. അറിയാത്ത ആൾക്കാർ സബൂറാക്കുക, അറിഞ്ഞ ആൾക്കാരുണ്ടാവും വിചാരിച്ച് പറയാം. 2 വഴിക്ക് ഇങ്ങനെ പിരിയുണ്ട് ചേളാരിയിൽ. ആ പാത ഒന്നിങ്ങനെ ചുറ്റിപ്പടി പാത. ഒരു ദിവസം ഞാൻ ചേളാരി ഇങ്ങനെ വന്നിട്ട് ആ താഴെച്ചാളാരിയിൽ ബസ് കാത്ത് നിൽക്കുക. അവിടെ ഞാൻ ഹൈവേയിൽ കോഴിക്കോട് നിന്ന് വന്നിട്ട് അവിടെ ഹൈവേയിൽ ഇറങ്ങിയിട്ട് ഇങ്ങോട്ടുള്ള ബസ് കാത്തുക. അപ്പം ഒരു ആൾക്കൂട്ടം ഒന്നായിട്ട് വലിയൊരാൾക്കൂട്ടം മേലെ നിന്ന് വരുന്നുണ്ട്. 2 മയ്യത്ത് കെട്ടിലുണ്ട്, 2 മയ്യത്ത് കെട്ടിൽ ഒരാൾക്കൂട്ടം ഒന്നായിട്ട്. അപ്പോൾ ഒന്ന് നേരെ ഇങ്ങനെ അങ്ങോട്ട് പഠിക്കൽ തൃശ്ശൂർ റോട്ടിക്കും പോയി, ഒന്നിങ്ങനെ ഈ മറ്റേ റോട്ടിക്കും ഇങ്ങോട്ടും പിരിഞ്ഞ് ആ 2 മയ്യത്ത് ഇങ്ങനെ ഒരുമിച്ച് അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ച മയ്യത്ത് ഇങ്ങനെ വന്നിട്ട് 2ആയിട്ട് പിരിയാണ്, 2 ഖബർസ്ഥാനം. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ പറയുക, അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് ചേളാരിയിൽ. കുറച്ച് മുമ്പ് നടന്ന സംഭവം. ആ സൂപ്പർ മാർക്കറ്റിൽ 2 ചെറുപ്പക്കാർ കുട്ടികൾ, അവർ വിദ്യാർത്ഥികളാണ്. വൈകുന്നേരം ഈവനിങ് ബാച്ചിലാണ് അവർ പഠിക്കണത്. പാവപ്പെട്ടവർ അയൽവാസികളാണ്. അവിടെ ചേളാരി തന്നെ ഉള്ള ചെനക്കലങ്ങാടി റൂട്ടിൽ അയൽവാസികളാണ് 2 കൂട്ടർ. അപ്പോൾ ഇവർ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ സൂപ്പർ മാർക്കറ്റിൽ, അവിടെ താഴെച്ചാളൊരു സൂപ്പർ മാർക്കറ്റുണ്ട്, ആ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യും. വൈകുന്നേരം അവർ പഠിക്കാൻ വേണ്ടി പോകും. അങ്ങനെ പഠനവും കുടുംബ പോറ്റലും കൂടി ആയിട്ട് ഉണ്ട് ചിലപ്പോൾ. ഇവരൊരു വെള്ളിയാഴ്ച ദിവസം വീട്ടിൽ പോയി കുളിച്ച് വൃത്തിയായിട്ട് ജുമാക്ക് സമയം വൈകി. അപ്പോൾ അവർ രണ്ടാളുണ്ട് ബൈക്കിൽ വരിക. അപ്പോൾ യൂണിവേഴ്സിറ്റി അവിടെ ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിന്ന് ഒരു ബസ്സിനെ ഓവർടേക്ക് ചെയ്തപ്പം വേറൊരു ബസ് വന്നു, ബൈക്ക് മറിഞ്ഞു, 2 പേരും മരണപ്പെട്ടു. അവരെ യാത്ര ഒരു ബൈക്കിലാണ്, അയൽവാസികളാണ്, ഒരേ പ്രായക്കാരാണ്, ബോധം വളർന്ന് വലുതായ ഒന്ന് മുതൽ ഒരുമിച്ച് നടക്കുന്ന ആൾക്കാരാണ്, ഒരുമിച്ച് ഒരേ ക്ലാസ് പഠിക്കുകയാണ്, ഒരുമിച്ചാണ് സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് നിൽക്കുന്നത്. 2 ചെറുപ്പക്കാർ കല്യാണം കഴിച്ചിട്ടില്ല. അപകടത്തിൽ പെട്ട് മരിച്ചിട്ട് മയ്യത്ത് ഇങ്ങനെ വന്നിട്ട് ഇവർക്ക് 2 ഒന്ന് റോഡ് അപ്പുറത്തും ഒന്ന് റോഡ് അപ്പുറത്തുമാണ്. നമ്മളെ നാട്ടിൽ അങ്ങനെയാണ്. ഒന്ന് ഒരു റോഡിൻ്റെ അപ്പുറം ഒരു മഹലും റോഡ് അപ്പുറം വേറൊരു മഹലായിരിക്കും. 2 മഹല്ല. ആ കൂട്ടങ്ങൾ, ആ ചങ്ങാതിമാരെ മയ്യത്ത് ഒരുമിച്ച് ഇങ്ങനെ വന്ന് 2 ഖബർസ്ഥാനിലേക്കാണ് പോവുക. അതങ്ങനെ കണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നു. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കി, 2 ചെറുപ്പക്കാരൻ എന്തൊക്കെ സ്വപ്നങ്ങളും എന്തൊക്കെ ആഗ്രഹങ്ങളാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. 2 ഖബർസ്ഥാനിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് അറിയില്ല നമ്മളെ എപ്പോഴാണ് എങ്ങനെയാണ്, നമുക്ക് ആർക്കും ഒരു നിലക്കുള്ള ഒരു ഉറപ്പും നമുക്ക് വേണ്ട. ഏത് സന്ദർഭത്തിലും നമുക്ക് ഇപ്പോൾ നമ്മൾ അള്ളാഹിൻ്റെ ഖുർആൻ പഠിക്കാൻ വേണ്ടി ഇപ്പോൾ സുമർ നമുക്ക് ആഗ്രഹമുണ്ട്, സുമർ മുഴുവനാക്കണമെന്ന്. ഇങ്ങനെ മരണപ്പെട്ടു പോയാൽ നാളെ പരലോകത്ത് വെച്ച് റബ്ബന അതിമിം ലന നൂറനാന്ന് നമുക്ക് പറയാൻ ഭാഗ്യം കിട്ടും. നിൻ്റെ ഖുർആനാകുന്ന നൂറ് ഞങ്ങൾ തുടങ്ങി പഠിച്ചോനെ, പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല, നീ പൂർത്തിയാക്കി കൊണ്ട പഠിച്ചോനെ, അതിമിം ലന നൂറന ഫഗ്ഫിർ ലന ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് പറയാൻ കഴിയണമെങ്കിൽ ഈ മാർഗത്തിലേക്ക് വന്നവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓർമ്മ ഉണ്ടായാൽ, ഹൃദയത്തിലുണ്ടായാൽ എന്തൊക്കെ ഉണ്ടാകും? നമുക്കൊരിക്കലും ഇതുകൊണ്ടൊരു ഇടങ്ങേറും ഇല്ലല്ലോ. നമ്മളൊരു സുഖവും നഷ്ടപ്പെടുന്നില്ല, ഒരു സന്തോഷം നഷ്ടപ്പെടുന്നില്ല, ഒരു അനുഭൂതിയും നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഒരു ശ്രദ്ധ ഉണ്ടാകും. നമുക്കൊരു പാശ്ചാത്തപം മനസ്സിന് പഠിച്ചവനെ വന്നു പോയല്ലോ, ചെയ്തു പോയല്ലോ പഠിച്ചവനെ, ഇങ്ങനൊരു ചിന്ത നമുക്കുണ്ടാകും. അത് ഈ ലോകത്ത് നമുക്ക് ഹൈറാണ്, പരലോകത്ത് നമുക്ക് ഹൈറാണ്. അപ്പോൾ അതാണ് അള്ളാഹ് ഈ ആയത്ത് നോക്കി നിങ്ങൾ എത്ര ശ്രദ്ധേയമായിട്ടാണ് ഈ ആയത്ത് പറഞ്ഞത്. ഒരു ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് ആ വ്യത്യസ്ത ഘട്ടങ്ങളെ തരണം ചെയ്ത് പുറത്തു വന്ന് ഒന്നുമല്ലാതിരുന്ന് പ്രായപൂർത്തിയായി 40 വയസ്സായി. കണ്ട എത്ര പെട്ടെന്നാണിത്. അപ്പോൾ 40 വയസ്സാകാത്തവർ, എനിക്ക് 40 വയസ്സായിട്ടില്ല ഒരു പഠിക്കാക്കണ്ട, 40 വയസ്സാകണ മുമ്പ് ഇത് പഠിക്കണം. 40 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ ചിന്തിക്കുക എത്ര കൊല്ലം വേസ്റ്റായി എന്ന്, എത്ര കൊല്ലം ഇത് പറയാതെ പോയി നിന്നെങ്കിൽ. ഇത് അള്ളാഹ് ഖുർആനിൽ പറഞ്ഞ, ഇത് ഞാൻ വെറുതെ ഉണ്ടാക്കി പറഞ്ഞല്ല, ഖുർആനിൽ ആയത്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടാണ് പറഞ്ഞു തരുന്നത്. സൂറത്ത് മറിച്ചോളി, നമ്പർ മറിച്ചോളി, ആയത്തെ നമ്പർ പറഞ്ഞോളി, കണ്ടോളി എന്ന് നിങ്ങളെ കണ്ണോട് കണ്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ ഞാനിവിടെ എഴുതി കൂടെ നോട്ട് വായിക്കല്ല. അതാണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത. അതാണ് നിങ്ങൾക്ക് നിങ്ങളെ കണ്ണോട് കണ്ട് ബോധ്യപ്പെട്ടിട്ടാണ് പഠിക്കുന്നത്. അപ്പം ബലഗ 40 സന, 40 വയസ്സായാൽ വക്കാൽ അവൻ പറയണം. എന്താ പറയേണ്ടത്? റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അഅമല സാലിഹൻ തർലാ വഅസ്ലിഹ് ലീ ഫീ ദുർരിയതി ഇന്നി തുബ്തു ഇലൈക വഇന്നി മിനൽ
എൻ്റെ കുട്ടികളെ നന്നാക്കി കൊണ്ട പടച്ചവനെ അസ്ലിഹിൽ ദുരിയത്ത്. ഇത് ഏതാ മാസം എന്നറിയാം? റജബാണ്. ഏതാ മാസം? ഇംഗ്ലീഷ് മാസം ഏതാ? ഏപ്രിൽ. എന്താ പ്രത്യേകത അറിയോ? റജബ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറിയാം? റജബ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയൊരു ചെടി, ആ ചെടിക്ക് ഇങ്ങനെ അത് പൊട്ടാതിരിക്കാൻ അതിന് ഒരു കുത്തു കൊടുക്കുക, താങ്ങി നിർത്തുക. ഒരു മരം വാങ്ങിയിട്ട് അതിന് ചുറ്റും വേലി കെട്ടുക, അതിന് ശത്രു ആക്രമിക്കാതിരിക്കാൻ. അതിനാണ് അറബിയിൽ റജബ് എന്ന് പറയാം. അത് മനസ്സിൽ വെക്കി. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ എന്താ? ഏപ്രിൽ വസന്തകാലം. വസന്തകാലം എന്ന് പറഞ്ഞാൽ എന്താ? വസന്തകാലം എന്ന് പറഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവും. ഏപ്രിൽ മാസമാണത്. മുറ്റം നിറയെ ചെടികളൊക്കെ പൂക്കൾ കൊണ്ട് നിറഞ്ഞ് നല്ല 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 വാസന ഉണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ മക്കളെ ഒരു ചെടി വാങ്ങിയാൽ മാത്രം പോരാ, പരിചരിക്കണം, വളയാതിരിക്കാൻ കുത്തു കൊടുക്കണം. റജബ്. ചുറ്റും വേലി കെട്ടണം, ശത്രു ആക്രമിക്കാതിരിക്കാൻ വേലി കെട്ടണം. മനസ്സിലായണ്ട? ഇത് വെക്കേഷനാണ്. ഏപ്രിൽ വെക്കേഷനാണ്. 2 മാസം. നമ്മളെ കുട്ടിയൊക്കെ എന്താ കുറവ് നോക്കുക. 10 വയസ്സായ കുട്ടിയാണ്. 5ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സാണ് നമ്മളെ മദ്രസ്. എല്ലാവരും പഠിക്കണം. അതിന് 6 വയൊക്കെ ചുരുക്കം കുട്ടികളാണ്. 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 10 വയസ്സാണ്. 10 വയസ്സിലെ കുട്ടി ജനാബത്ത് എന്താണ്, ഹൈദ് എന്താണ്, നിഫാസ് എന്താണെന്ന് പഠിക്കണം. ആ കുട്ടിക്ക് അറിയില്ല. പഠിപ്പിച്ചു കൊടുക്കണം. ഈ സമയത്ത് 2 മാസം വെക്കേഷനിൽ നമുക്കൊരുപാട് പ്ലാൻ ഉണ്ടാവും. ടൂറും അതും ഇതൊക്കെ ഉണ്ടാവും. നമുക്ക് കുട്ടിക്ക് ദീന് കൊടുക്കുക, പരലോകം കൊടുക്കുക. വാപ്പ ദുനിയാവൊന്നും തന്നിട്ടില്ല എന്ന് മക്കൾ പറയില്ല. പരലോകം തന്നിട്ടില്ലെങ്കിൽ നരകത്തിൻ്റെ മുന്നിൽ വെച്ച് മക്കൾ വില പറയും. ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. വാപ്പ മരിച്ചു, വാപ്പാൻ്റെ അനന്തരം ഞമ്മക്ക് കിട്ടി. നമ്മൾ മരിച്ചു, നമ്മൾ അനന്തരം ആർക്ക് കിട്ടും? വലതുണ്ടെങ്കിൽ ആർക്ക് കിട്ടും? മക്കൾക്ക് കിട്ടും. ഞമ്മക്കെന്താ കിട്ടുക? നമ്മൾ മരിച്ചാൽ നമ്മൾ അനന്തരം മക്കൾക്ക് കിട്ടി. മരിച്ച ഞമ്മക്ക് കിട്ടേണ്ടത് എന്താ അറിയോ? നമുക്ക് കിട്ടുന്ന അനന്തരം ഈ മക്കളാണ്. നല്ല മക്കൾ മരിച്ചാലും മുറിയില്ല. നമുക്ക് മരിച്ച ഞമ്മക്ക് കിട്ടേണ്ട അനന്തരം ഈ മക്കളാണ്. നമ്മൾ മരിച്ചപ്പോൾ നമ്മൾ അനന്തരം മക്കൾക്ക് കിട്ടി. നമുക്ക് കിട്ടേണ്ട അനന്തരം, നമ്മൾ ബാക്കിയാക്കി പോകുന്ന അനന്തര സ്വത്ത് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമ്മളെ മറക്കാത്ത നല്ല മക്കളാണ്. അങ്ങനെയാണ് നോക്കുക. വാസ്ലിഹി ലീഫി ദുരിയത്തി, നന്നാക്കിക്കൊണ്ട പഠിച്ചാണ് എൻ്റെ മക്കളെ. കാരണം ഇനി പോവാണ്, 40 വയസ്സായി, മരണത്തെക്കുറിച്ച ചിന്ത. അതുകൊണ്ട് എനിക്ക് ഇനി കിട്ടേണ്ട അനന്തരം എൻ്റെ മക്കളാണ്. അങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി, നല്ല മക്കളാക്കി എൻ്റെ കുട്ടികളെ മാറ്റിക്കൊണ്ട പഠിച്ചോനെ ഞാൻ തൗബ ചെയ്യാണ്. മുസ്ലിമായിട്ട് എനിക്ക് മരിക്കണം. അപ്പോൾ വളരെ വലിയൊരാശയാണ്. നമ്മൾ പ്രാർത്ഥിക്കുക, മറക്കരുത്. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക. പഠിച്ച ആൾക്കാർ പഠിച്ചത് മറക്കാതെ. കാരണം ഇത് ആയത്തുമാണ്, ഖുർആനുമാണ്, ആയത്തുമാണ്, പ്രാർത്ഥനയാണ്. അത് വളരെ പ്രധാനം. ഖുർആനാണ്, ആയത്താണ്, ദുആയാണ്. ഒരിക്കലും മറക്കരുത്. ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് നമ്മളെ സൂറത്ത് നമ്മൾ സുമറാണ്. നമുക്കിതിൻ്റെ ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കണം. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. പഠിച്ച കാര്യങ്ങൾ മറക്കാതെ നമ്മളെ മനസ്സിൽ അള്ളാഹു നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹു ഏറെ സ്നേഹിക്കുന്ന, ഇഷ്ടപ്പെടുന്ന ഒരു വിഷയമാണിത്. നമ്മൾ പലതും ഇപ്പോഴുള്ള മനസ്സ് കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോകും. ഇപ്പോഴുള്ള ഈ ചിന്ത കുറച്ച് കഴിഞ്ഞാൽ മാറിപ്പോകും. ഇനി അടുത്ത ക്ലാസ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ്. അടുത്ത ശനിയാഴ്ച, പിറ്റത്തെ ശനിയാഴ്ച. അപ്പോഴേക്ക് ഇതിനെ പറ്റിയിട്ട് മറന്നു പോകുന്ന ഒരു മനസ്സാണ് നമ്മളെ മനസ്സെങ്കിൽ വല്ലാത്ത പരീക്ഷണമാണ്. അതുകൊണ്ട് അള്ളാഹു തആല അത് നിലനിർത്തി തരട്ടെ. ഈ ഓർമ്മ ഏത് സമയത്തും പഠിച്ചോ നിലനിർത്തി തരട്ടെ. മറക്കാതെ. ഞായറാഴ്ച രാവിലെ ഇവിടെ പറഞ്ഞ പോലെ ഗ്രാമർ പഠിപ്പിക്കുന്നുണ്ട്, അറബി ഭാഷ പഠിപ്പിക്കുന്നുണ്ട്, അതോടൊപ്പം ഖുർആനും പഠിപ്പിക്കുന്നുണ്ട്. ഞായറാഴ്ച രാവിലെ ഒഴിവുള്ള ആളുകളൊക്കെ ആ ക്ലാസ്സിലും വരിക. പരമാവധി ആ ക്ലാസ്സുകളിലും പങ്കാളികളാകുക. അള്ളാഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മളെ മക്കളെ അള്ളാഹു സാലിഹായ മക്കളാക്കി തരട്ടെ. നമ്മളെ കുടുംബത്തിലും, നമ്മളെ ഇടപാടുകളിലും, നമ്മളെ കച്ചവടത്തിലും, നമ്മളെ ഏർപ്പാടുകളിൽ എല്ലാത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും നിഅമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു തആല ഈമാനോടുകൂടി മരിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതേപോലെ ഈ ഒരു മനസ്സും ഈ ഒരു സന്തോഷവും ഈ ഈമാനുള്ള ഒരു പ്രസന്നമായ ഒരു മുഖവും ഈ ഒരു അവസ്ഥയും അള്ളാഹു തആല ജന്നാത്തുൽ ഫിർദൗസിലും അള്ളാഹു നമുക്ക് സമ്മാനിക്കുമാറാവട്ടെ. മരിച്ചുപോയ നമ്മളെ മാതാപിതാക്കൾ അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രോഗികളായ നമ്മളെ മാതാപിതാക്കൾ, അവശരായവർ,
നമ്മളെ മക്കളെ കൂട്ടത്തിൽ രോഗികളുണ്ട്. അള്ളാഹു രോഗം ഷിഫിയാക്കി കൊടുക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.